അതായത് ബ്ലഡി മർഡർ എന്ന് പറയുന്ന സംഭവം നടന്ന സ്ഥലമാണ് ഇതിന്. ഈ അടുത്തിടയ്ക്ക് സുഡാൻ സിറ്റികൾ അടിച്ച് പൊളിക്കുന്നു, പാലസ്, എയർപോർട്ട് നാശമാക്കി കൊടുത്തു. രണ്ടുപേരും സുന്നികൾ, രണ്ടുപേരും ഇസ്ലാമിക് വിശ്വാസത്തിലുള്ളവര്. അതിനകത്ത് ആർമി ചീഫ് മാത്രം അത് മാറി. അവസാനം അയാൾ അവിടെ വിജയിച്ചത് ഏകദേശം സുഡാൻ മുഴുവൻ ഇപ്പോൾ അയാളെ പിടിച്ചെടുക്കും. ഈ RSFനെ ഏകദേശം പൂർണ്ണമായിട്ട് തൊലച്ച് കളയും. കാരണം ഈജിപ്തിനെ കൊണ്ട് അമേരിക്ക ഇന്റർവ്യൂ ചെയ്തേക്കുകയാണ്. ഇവിടെയാണ് ഈജിപ്തിന്റെ സാറ്റിസ്ഫാക്ഷൻ അമേരിക്ക ട്രംപ് നടത്തി കൊടുത്തത്. അതുകൊണ്ടാണ് ഈജിപ്തിന് അമേരിക്കയോട് പിണങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇസ്രായേലിന്റെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈജിപ്ത് പറഞ്ഞ അയാൾ കൊണ്ടുപോയിക്കണം. ഇതാണ് സിമ്പിൾ. ഇതൊക്കെയാണ് ജിയോ പൊളിറ്റിക്സിനകത്ത് പലതും നടക്കുന്ന ബാക്ക് ഡോർ ടോക്സ്. ഇതിനകത്ത് അമേരിക്ക ഇടപെട്ടില്ലായിരുന്നു ഈ 1.5 എന്ന് പറയുന്നത് 3 ലക്ഷം 4 ലക്ഷം ആൾക്കാർ കൊല്ലപ്പെട്ടേനെ. ആഹാരം പോലും വിതരണം ചെയ്യാൻ ഇന്റർനാഷണൽ ഏജൻസിക്ക് കഴിയുന്നില്ല. അവരെ വെടിവെച്ച് കൊല്ലുകയാണ്. ഒരാൾ പോലും പോകാൻ പോലും മടിയായി. ഈ സുഡാൻ എന്ന് പറഞ്ഞ രാജ്യം ശക്തമായിട്ട് മുന്നോട്ട് വരുവാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ എക്കണോമിക് പവറായി മാറിയേനെ. കാരണം എല്ലാ സാധനവും ഉണ്ട്. ആഹാരമുണ്ട്, മിനറൽസ് ഉണ്ട്, LNG ഉണ്ട്, ഗ്യാസ് ഉണ്ട്, ക്രൂഡുണ്ട്. നിങ്ങളൊരു സാധനം എടുക്കുക, അവിടെ ഇല്ലാത്ത സാധനം ഒന്നുമില്ല. അയണോർ, ലോകത്തിലെ ഏറ്റവും അയണോർ ഡിപ്പോസിറ്റ് ഉള്ള രാജ്യമാണ് ഈ സുഡാൻ. പക്ഷെ സുഡാൻ എവിടെങ്കിലും പ്രോസ്പർ ചെയ്ത് വികസിച്ചു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിൻ്റെ കാരണം കേരളത്തിലെ സുഡാപ്പികളെ അവിടെ ഇസ്ലാമിക ലോയും ഇസ്ലാമിക സംഭവമായതിൻ്റെ പേരില്ല.